ദേശാഭിമാനി റിപ്പോർട്ടർമാരെ ചോദിച്ചോ, നിങ്ങൾക്ക് അങ്ങ് മറുപടി കൊടുത്തു. ഞാൻ കുറെ നേരം ചോദിച്ചിട്ടുണ്ട്. മോശമാണ് ആളുകൾ വിളിച്ചു വരുന്നത് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. എന്തൊരു സുഖം ആ കാഴ്ച കണ്ടപ്പോൾ. കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ്, ഈ മാപ്രകളെല്ലാം കൂടെ അവിടെ ചെന്നിരുന്ന് ഇങ്ങേര് പറയുന്ന കാര്യങ്ങളും നേരെ വിഴുങ്ങി ദേശാഭിമാനിക്കും കൈരളിക്കും കൊടുക്കുന്ന ബൈറ്റും എടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് തിരിച്ചു പോകുന്നതല്ലാതെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഇതം കൊണ്ട് കാണിക്കുന്നില്ലല്ലോ എന്ന്. സന്തോഷമായി മക്കളെ, സന്തോഷമായി. കൈരളിക്കും ദേശാഭിമാനിക്കും മുൻകൂട്ടി കൊടുത്ത ചോദ്യങ്ങൾ അവർ വന്നിരുന്ന് ചോദിക്കാനുള്ള അവസരം അല്ല മുഖ്യ നമ്മുടെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്. എല്ലാ ചാനലുകാർക്കും നിങ്ങൾ അടിച്ചു വിതരണം ചെയ്യുന്നില്ലേ, ഇത്ര മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ട്, നിങ്ങളുടെ ക്ഷണപ്രകാരം അല്ലേ അവർ മൈക്കും തൂക്കി വന്നിരിക്കുന്നത്, ക്യാമറയും കൊണ്ട് ഈ ഡീസലിന് ഇത്ര വില കൂടിയിരിക്കുന്നിടത്ത് അതുമല്ല അടിച്ചു വന്നിരിക്കുന്നത്. എന്തോത്തിനാ അവർക്ക് ചോദിച്ചറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള ചോദ്യങ്ങൾ കാണും. ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ കയ്യിലില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. 6 മണിക്കാറ്റും 4 മണിക്കാറ്റും ഒക്കെ ആയിട്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ, മനുഷ്യരെ മണ്ടരാക്കാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചോളും. ഏതായാലും മാപ്രകൾക്ക് കാര്യം പിടികിട്ടി. അയ്യോ, സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. CPI SDPI ഡീലിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കണമെന്ന് തമ്പ്രാൻ വിചാരിച്ചത്. അതെല്ലാവർക്കും മനസ്സിലായി. എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ മുൻകൂട്ടി തരാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അജണ്ട, സൂക്കേട്, മറ്റേ അസുഖം, ഇതൊക്കെയാ പറച്ചില്. ചോദ്യങ്ങളെ നേരിടുകയാണ് വേണ്ടത്. അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരു നേതാവിന് ചേർന്ന ഗുണമല്ല. ചോദ്യം ചോദിക്കണം, ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ മുഖഭാവങ്ങൾ മാറുന്നത് കണ്ടില്ലേ? ഇലക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു ഭാവമാറ്റത്തിൽ ഒതുക്കി. അല്ലായിരുന്നെങ്കിൽ ഏതായാലും ആ ചോദ്യം നിവർന്നു നിന്ന് ചോദിച്ച ആ മാധ്യമ പ്രവർത്തകന് സല്യൂട്ട്. ഇരട്ടച്ചങ്കൻ എന്നും പറഞ്ഞ് വാഴ്ത്തുപാട്ടിൽ മാത്രം പാടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അരച്ചങ്കിൻ്റെ എങ്കിലും ഗുണം അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കാണിക്കണം. പോയിട്ട് തിരിച്ചു വന്നിട്ടും എന്നാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കൂ എന്ന മര്യാദ കാണിച്ചില്ല, അത് പറഞ്ഞില്ല. വന്നിരുന്ന് സ്വന്തമായിട്ട് അങ്ങ് ന്യായീകരിച്ചിട്ട് തിരിച്ചങ്ങ് പോകുമായിരുന്നു. ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചാൽ പോരെന്ന്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഇടയ്ക്കേറെ സംസാരിക്കുന്നത് എന്തിനാ? അത് ഇഷ്ടപ്പെടത്തില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊന്ന് കൈയടിച്ചാലോ, ഇവിടെ എന്തിനാ കയ്യടിയും ബഹളമൊക്കെ, നിശബ്ദരായിട്ടിരുന്ന് കേൾക്കണമെന്ന് പറയും. ഒന്നും മിണ്ടാതിരുന്ന നിങ്ങളുടെയൊക്കെ വായിൽ എന്താന്ന് ചോദിക്കും. ഇങ്ങനെ അവരെ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ, ചോദ്യങ്ങൾ മാത്രം ഒന്ന് ചോദിച്ചുകൊണ്ടിരുന്നേ, പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ കുറ്റപ്പെടുത്തിയെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നേ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ. അയ്യോ, അങ്ങേയറ്റം സന്തോഷമാണ്. സുസ്മേരവദനായിട്ടേ ആ സമയത്തൊക്കെ കാണപ്പെടുകയുള്ളൂ. ഇത്രയും വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഒഴുക്ക് നിങ്ങൾക്കിവിടെ എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു? ആ കുത്തൊഴുക്കിൽപ്പെട്ട് ജനങ്ങൾ മുങ്ങി താഴുകയാണ്. ചിലരൊക്കെ ആ ഇടയ്ക്കുള്ള പാറക്കെട്ടുകളിൽ തലയടിച്ച് മരണം വരിക്കുകയാണ്. എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. ആ ഇരിക്കുന്ന കസേരയെന്ന് തന്നെ പൊങ്ങി വരുന്നത് കാണാം. ഒരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് മാധ്യമപ്രവർത്തകരുടെ 2-3 ചോദ്യങ്ങളെ നേരിടാൻ ഭയക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവിനെ പരസ്യ സംവാദത്തിന് ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശിവൻകുട്ടി അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്. ഈ വെല്ലുവിളി മാത്രമല്ലേ നടക്കുന്നുള്ളൂ. അവരെങ്ങാനും വരുന്നു എന്ന് കണ്ടാൽ അപ്പോൾ മലക്കം പറയും. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. എല്ലാവരും നോട്ട് ചെയ്തു വെച്ചോ. ഇത്രയും വലിയ പ്രതിഷേധം ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരും രേഖപ്പെടുത്തുന്നത്. അവരെ അങ്ങേ അറ്റം അപമാനിക്കുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവർ നിശബ്ദത പാലിച്ചു. ആദ്യമായിട്ടാണ് അവർ പറയുന്നത് തങ്ങളുടെ അവകാശത്തെക്കുറിച്ച്. തങ്ങളുടെ ജോലി ചെയ്യണം, ഞങ്ങൾ അതിനല്ല ഇവിടെ വന്നിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കാനും മറുപടി വാങ്ങിക്കാനും വേണ്ടിയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെ ജോലി. അത് ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഒന്നുകൂടി വിരട്ടിയിട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളെയാണ് അടുത്ത് വീണ്ടും മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. ഇതാണ് കാലം കാത്തുവെച്ച കരുതി വെച്ച കർമ്മയോഗി. എഴുതി തയ്യാറാക്കിക്കൊണ്ടുവന്ന പ്രസംഗത്തിന്റെ പേപ്പർ പറന്നു പോയതിന്റെ ദേഷ്യത്തിൽ മൈക്കിന്റെ പെടല് പിടിച്ച് തിരിച്ചൊടിച്ചത് നമ്മുടെയൊക്കെ കൺമുന്നി വെച്ച എഴുതി തയ്യാറാക്കിയ കാര്യങ്ങളല്ലാതെ കേരള ജനതയോട്, ജയിപ്പിച്ചു വിട്ട വോട്ടർമാരോടൊന്നും പറയാനില്ലേ? ലൈവായിട്ടൊന്നും സംസാരിക്കാനില്ലേ? ഒരാൾ സദസ്സിൽ നിന്ന് ചോദിച്ചല്ലോ, ഒരു ചോദ്യം ചോദിക്കാനുണ്ട് CMA. എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. ഇടയ്ക്ക് കയറിയാണെങ്കിലും ജനങ്ങൾക്കൊക്കെ ഇവരുടെ വീട്ടിൽ ചെന്ന് ചോദിക്കാനുള്ളത് ചോദിക്കാൻ പറ്റില്ലല്ലോ. പൊതുവേദികളിൽ കിട്ടുമ്പോഴൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്നത്. ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ഉടനെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്.
വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നല്ല നൈസായിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചതാ. എന്നിട്ട് കുറെ വിവരദോഷികൾ മാധ്യമപ്രവർത്തകരെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ കാര്യത്തിൽ. ഇയാളുടെയൊക്കെ പുറകെ കോലും കൊണ്ട് നടക്കുന്ന മാപ്രയെ പറഞ്ഞാൽ മതിയല്ലോ എന്ന്. അയാളുടെ പുറകെ കോലും കൊണ്ട് നടക്കുന്നത് അയാളുടെ വീട്ടിലെ കറി എന്താണെന്ന് അറിയാൻ വേണ്ടിയല്ല, അയാൾ തയ്ച്ചിരിക്കുന്ന ഷർട്ടിന്റെ തുണി ഏത് മെറ്റീരിയൽ കൊണ്ടാണെന്ന് അറിയാനല്ല. കേരളത്തിന്റെ വികസനത്തെ സംബന്ധിക്കുന്ന, കേരളത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന, കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന, ഭരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി ചോദിച്ചറിഞ്ഞ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്, തിരുവായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് കോലും കൊണ്ട് പുറകെ നടക്കുന്നത്. ആ കാര്യത്തിൽ മാധ്യമപ്രവർത്തകരെ നിങ്ങളിങ്ങനെ വിലയിരുത്തുന്നത് ശരിയല്ല, വിമർശിക്കുന്നത് ശരിയല്ല. പേര് വാർത്താ സമ്മേളനം. അപ്പോൾ മറ്റുള്ള മനുഷ്യരെന്താ വിചാരിക്കുന്നത്? ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടുന്നു മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ, എന്നിട്ട് ഇവരാരും ചോദിക്കാത്തതെന്താ? ഇതല്ലേ അവസ്ഥ. ആ ചോദ്യം ചോദിച്ച ആളുടെ ഗതി എന്തായിരിക്കും എന്ന് ഇനി ഇലക്ഷന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, കണ്ടു തന്നെ അറിയണം. പക്ഷെ അങ്ങനെ പേടിച്ചിട്ടും കാര്യമില്ല. വരുന്നതിൻ്റെ ബാക്കി എന്ന് കരുതി തൻ്റെ അടുത്തോടെ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഇവരെയൊക്കെ നേരിടാൻ സാധിക്കുന്ന മനുഷ്യർ കുറേയേറെ ഈ നാട്ടിൽ ഇനി ഉണ്ടായേ മതിയാകൂ. ഓച്ചാനിച്ച് നിൽക്കുന്നവരെ കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം കണ്ടിട്ടുള്ളതെല്ലാം അങ്ങനത്തെ മനുഷ്യരാണ്. അതുകൊണ്ട് ആരെയും തൻ്റെ മുന്നിൽ തലകുനിച്ച് നിർത്താം, എല്ലാവരും എൻ്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കാനുള്ളവരാണ് എന്നൊരു ചിന്ത അറിയാതെ തന്നെ അദ്ദേഹത്തിൽ ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുത്തു. അത് മാറ്റാൻ ഇത്തരം അനുഭവങ്ങൾ അനിവാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ അല്ല, ഇനി പറ്റില്ല. ഇനി നാളെ. അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ സമയം കഴിഞ്ഞു, സമയമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? ഇലക്ഷൻ പ്രചാരണത്തിന് അല്ലേ? ഇന്നിപ്പോ തിരുവനന്തപുരത്തൊക്കെ ഇലക്ഷൻ പ്രചാരണത്തിന് മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെയൊക്കെ അത്യാവശ്യം എന്താണ്? ഇലക്ഷൻ പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾ നേരിട്ട് പോകുന്ന ആ തിരക്കാണോ അത്യാവശ്യം, അതോ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണോ? ഏതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്? ഏതാണ്? ഇനി ഈ മാധ്യമപ്രവർത്തകരൊന്നും വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ വന്നില്ല എന്ന് വെച്ചു. ഈയിടെ ഒരു ഉദ്ഘാടന സമയത്ത് ആ വേദിയിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇവിടെ മുഖ്യധാര ചാനലുകളുടെ ഒന്നും ക്യാമറകൾ കാണുന്നില്ല, ചില മൊബൈൽ ക്യാമറകളും ചില ഓൺലൈൻ ചാനലുകളുടെ ക്യാമറകളും മാത്രമേ കാണുന്നുള്ളൂ. അവരൊക്കെ വരാത്തത് എന്താണെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്കൊക്കെ ബുദ്ധിമുട്ട് കാണും. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളത് മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് ആവേശമുള്ളൂ. ഇതാണ് അന്ന് അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞത്. അപ്പോൾ പിന്നെ വികസനങ്ങളെക്കുറിച്ച് സംസാരിച്ചോ, അല്ലെങ്കിൽ ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറ, അവിടെ ഇരുന്ന് പറ. അതിനല്ലേ വാർത്താ സമ്മേളനം വിളിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ക്യാമറയെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി അങ്ങ് വിട്ടാൽ മതിയല്ലോ. വാർത്താ സമ്മേളനം വിളിക്കുന്നത് എന്തിനാ? പിന്നെ ഏതായാലും തോൽക്കും എന്ന് ഉറപ്പായി എന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം ഉറപ്പിച്ചു സ്വയം. അതുകൊണ്ട് തന്നെയാണ് എന്താണെങ്കിലും തോൽക്കും, അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങളുടെ അടുത്ത് പെരുമാറാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും അങ്ങനെയാണെങ്കിൽ തന്നെയും ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, രീതികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണിച്ചിട്ടും പിന്നെയും പറയുന്നത് തൊഴിലാളി വർഗത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്, പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്, അഹങ്കാരമില്ലാത്ത ആളുകളാണ്, ധാർഷ്ട്യമില്ലാത്ത ആളുകളാണ്, മറ്റവർ പണത്തിന്റെ ഹുങ്ക് കാണിക്കുകയാണ്, നമ്മൾ പാവപ്പെട്ട പാർട്ടിയാണ്. ജനങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ഇറങ്ങുന്നില്ലേ, നാട്ടിൽ നടക്കുന്നില്ലേ ബക്കറ്റ് പിരിവിന്? ഈ വരുന്നവരുടെ അടുത്ത് വീട്ടിൽ പോയി ചോദിക്കാൻ ജനങ്ങൾ ഓരോരുത്തരും പറഞ്ഞ എങ്ങനെ ഇരിക്കും? ഇലക്ഷൻ പ്രചാരണത്തിനുള്ള നോട്ടീസ്, അത് ഒട്ടിക്കാനുള്ള മൈദ വാങ്ങിക്കാനുള്ള പൈസ, ഇതെല്ലാം നാട്ടുകാർ കൊടുക്കണം. അവസാനം എങ്ങനെ ജയിച്ച് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഹുങ്ക് കാണിക്കുന്നത് നാട്ടുകാരുടെ നെഞ്ചത്ത്, പിന്നെ നാട്ടുകാരെ കണ്ടുകൂടാ. അപ്പോൾ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇത് തുടർച്ചയായിട്ട് ജനങ്ങൾ അനുഭവിച്ച് മടുത്തു ഈ ഒരു ധാർഷ്ട്യം, നാട്ടുകാരുടെ ചെലവിൽ കാണിക്കുന്ന ധാർഷ്ട്യം. ഇത് കാണേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താ? ഒരാവശ്യവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ സെക്ഷനായിട്ട് പ്രതികരിക്കാൻ തുടങ്ങുന്നത്. അവർ ക്യാമറ ഓഫ് ആകുന്നതിന് മുമ്പ് അതിൽ കിട്ടണമെന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളതും. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഇടയിൽ നിന്നും ഇഷ്ടം പോലെ സ്ഥാനാർത്ഥികൾക്കുണ്ടാകുന്നുണ്ട്. മന്ത്രി ചിഞ്ചുറാണിയെ വഴിയിൽ തടഞ്ഞ സംഭവം, ജോയിയെ വഴിയിൽ തടഞ്ഞ സംഭവം, ഇവരെയൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വോട്ട് ചോദിക്കാൻ വരുന്നതെന്ന് നാട്ടുകാർ പരസ്യമായിട്ട് ചോദിക്കുകയാണ്. അവർക്കൊന്നും മറുപടി പറയാനില്ലാതെ ഓടിത്തള്ളുക എല്ലാവരും. ഓരോരുത്തരെയൊക്കെ തടഞ്ഞു നിർത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓടിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ദലീമ ഇന്നലെ ഉപമിച്ചത് എന്തിനോടാ? പോപ്പിനോട്. ദൈവത്തിനോട് ഉപമിച്ച് ഇപ്പോൾ പോപ്പിനോട്, സൂര്യനോട്, ഇങ്ങനെ കുറെ അടിമകളുള്ളതാണ് ഇത്രയും ഈ മനുഷ്യൻ മോശമാകാൻ കാരണം. ഈ മനുഷ്യനെ ഇത്രയും ഒരവസ്ഥയിൽ എത്തിച്ചത് ഈ അടിമകളൊക്കെ തന്നെയാണ്. ആവശ്യമില്ലാത്ത ചുമ്മാതെ പറഞ്ഞും തള്ളി എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് അവരെവിടെയോ എത്തിച്ചു വെച്ചിരിക്കുകയാണ്.
എന്നാൽ ജനങ്ങളുടെ മുന്നിൽ എന്താണ് ഇദ്ദേഹമെന്ന് തിരിച്ചറിയുന്നില്ല. നമുക്ക് സഹതാപം ചില സമയത്ത് തോന്നും, എന്നാലും കയ്യിരിപ്പ് കാണുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, കാര്യം ശരിയാണ്, അങ്ങേയറ്റത്തെ ബഹുമാനം കൊടുത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ്. പക്ഷേ തൻ്റെ പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തിരിച്ചറിവിലല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നതും. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്നില്ലേ? ആരാണെങ്കിലും ഒരാൾക്ക് ബഹുമാനം കൊടുത്തേ ബഹുമാനം വാങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ എല്ലാവരും എന്നെ ബഹുമാനിച്ചേ പറ്റൂ, ഇനി തൊട്ട് അഭിസംബോധന ചെയ്യുമ്പോൾ ബഹു കുത്ത് ചേർത്ത് തന്നെ വിളിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും ബഹു കുത്തിട്ട് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഇങ്ങനെയിട്ട് നിങ്ങൾ കുത്തുന്നതിന്, നാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളിട്ട് കുത്തുന്നതിന് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ടാൽ മതി.